ഹോളിവുഡ് ത്രില്ലറുകളെ വെല്ലുന്ന ഒരു വമ്പൻ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥയാണിത്. വെറും ഒരു സാമ്പത്തിക തട്ടിപ്പല്ല. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കാനെന്ന പേരിൽ വ്യാജ കരാറുണ്ടാക്കി തട്ടിയെടുത്തത് 700 കോടി രൂപയോളമാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഈ വൻകിട റാക്കറ്റിലെ പ്രമുഖർ മലയാളികളും. BPVV എന്ന കമ്പനിയുടെ മറവിൽ നടന്ന ഈ തട്ടിപ്പിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോലും ഉറക്കം കെടുത്തുകയാണ്. രാജ്യസുരക്ഷയെ കാറ്റിൽ പറത്തിയ ആ വൻകിട തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. US പ്രതിരോധ വകുപ്പിന് വേണ്ടി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കാനെന്ന വ്യാജ കരാർ കാണിച്ച് 700 കോടി രൂപയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന BPVV എന്ന കമ്പനി തട്ടിയെടുത്തത്. വെറും ഒരു സാമ്പത്തിക തട്ടിപ്പിനപ്പുറം ഇതിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. BPVV ടെക്നോ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കടലാസ് കമ്പനിയുടെ മറവിലായിരുന്നു ഈ വമ്പൻ തട്ടിപ്പരങ്ങേറിയത്. ഇന്ത്യ അമേരിക്ക പ്രതിരോധ ഉടമ്പടികളുടെ ഭാഗമായി തങ്ങൾക്ക് വൻ സബ് കോൺട്രാക്റ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിലേക്ക് പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം നൽകുമെന്നും വിശ്വസിപ്പിച്ച് നിക്ഷേപകരിൽ നിന്നും പണം തട്ടുകയായിരുന്നു ഇവർ. രാജ്യത്തിന്റെയും പ്രതിരോധ വകുപ്പിന്റെയും അമേരിക്കൻ ഏജൻസികളുടെയും പേരുകൾ ഉപയോഗിച്ചതിനാൽ പലരും ഈ തട്ടിപ്പിൽ എളുപ്പം വീണു. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തു വന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസോടെയാണ്. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ A. ഹരികൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ആണ് ഈ തട്ടിപ്പിന്റെ ചുരുളഴിച്ചത്. 2020 ജനുവരി 1 മുതൽ 2025 മെയ് വരെയുള്ള 3 വർഷത്തിലധികം നീണ്ട കാലയളവിലാണ് ആസൂത്രിതമായി ഈ തട്ടിപ്പ് നടന്നത്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന പേരിൽ പല തവണകളായി ആവലാതിക്കാരന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ആകെ 1 കോടി രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത്. കമ്പനി ചെയർമാൻ വെങ്കിട്ട് എന്നയാൾക്ക് പുറമെ കേരളത്തിലെ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത് മലയാളികളാണ്. കേരള കോർഡിനേറ്റർ ബിജു GS, സ്ഥാപക കോർഡിനേറ്റർ പ്രദീപ് കുമാർ, രാജശേഖരൻ, മാൻസി മലബാരി എന്നിവരുൾപ്പെടുന്നവരായിരുന്നു ആ തട്ടിപ്പ് സംഘം. വെറും ഒരു സാമ്പത്തിക തട്ടിപ്പിനപ്പുറം ഈ കേസിനെ ഒരു ദേശീയ സുരക്ഷാ വിഷയമാക്കി മാറ്റിയത് ഇതിലെ മുഖ്യ സൂത്രധാരരുടെ ഇടപെടലുകളാണ്. കേസിൽ 4ാം പ്രതിയായ താനുഷ് പാണ്ഡെ എന്ന ഡോക്ടർ സാബാണ് പ്രധാന സൂത്രധാരൻ. ഇയാൾ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഡൽഹിയിലെ അക്കൗണ്ടിൽ നിന്നും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബാങ്കിലേക്ക് പണം മാറ്റുകയും ചെയ്തു. കേസിൽ 5ാം പ്രതിയായ കോഴിക്കോട് സ്വദേശിയായ സുമിത സുധാകരൻ ആണ് BPVV കമ്പനിയുടെ ഡിഫൻസ് ലേഡി എന്നറിയപ്പെട്ടിരുന്നത്. ഇവരുടെ ബഹ്റൈനിലുള്ള ഷെൽ കമ്പനി അക്കൗണ്ടുകളിലേക്കും തട്ടിയെടുത്ത പണം കടത്തപ്പെട്ടിട്ടുണ്ട്. സമാനതകളില്ലാത്ത വ്യാജ US ഉടമ്പടികളാണ് ഇവർ നിർമ്മിച്ചത്. 3ാം പ്രതിയായ അഖിൽ അഹമ്മദിന്റെ ഡൽഹി രമേഷ് പാർക്കിലുള്ള പ്രസ്സിലാണ് ഇത് അച്ചടിക്കപ്പെട്ടത്. എന്നാൽ അൾട്രാവയലറ്റ് രശ്മികൾ മാത്രം തെളിയുന്ന സാങ്കേതിക വിദ്യ ഈ പ്രസ്സിൽ ഇല്ലാത്തതിനാൽ ഈ രേഖകൾ എവിടെ നിന്ന് വന്നു എന്നതും ദുരൂഹമാണ്. കേരളത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ കമ്പനിയുടെ ചെയർമാനായ വെങ്കിട്ട് ഡൽഹിയിൽ നിന്നും മുങ്ങി സ്വന്തം നാടായ കൊല്ലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ രക്ഷപ്പെട്ടതെങ്കിലും നിലവിൽ ഹൈദരാബാദിലെ ഒരു ഒളിത്താവളത്തിലാണ് ഉള്ളതെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള സൂചന. പ്രധാനിയായ ഡോക്ടർ സാബ് മുങ്ങിയതോടെ വിശാഖപട്ടണം സ്വദേശിയായ യലേത്തി പത്മരാജ് ഗോപാൽ എന്ന ബുദ്ധി കേന്ദ്രമാണ് ഇപ്പോൾ വെങ്കിട്ടിന്റെ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇതൊരു സാധാരണ സാമ്പത്തിക തട്ടിപ്പ് കേസല്ലാത്തതിനാലും വിദേശത്തേക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക് പണം കടത്തിയതിനാലും നിലവിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്ത് ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പഴുതടച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച രാജ്യവിരുദ്ധ ശക്തികളുടെ യഥാർത്ഥ മുഖം വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും.